റോണിച്ചായ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ട്രംപ് താരിഫിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ വളരെ മോശമായ അഭിപ്രായം മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു താരിഫ്സ് കൊണ്ടുവന്ന ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർ വേൾഡിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അസറ്റ് ക്ലാസ് ആയ സ്റ്റോക്കിനെ നോക്കുവാണെങ്കിലും ക്രിപ്റ്റോയെ നോക്കുവാണെങ്കിലും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 90 days ഹോൾഡ് കൊണ്ടുവന്നുകൊണ്ടാണ് കുറേ താരിഫ്സിന് നമുക്കിപ്പോൾ ഒരു ഹോൾഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ചൈന എക്സെപ്ഷനാണ്, ബാക്കി രാജ്യങ്ങൾക്ക് കൊടുത്തതിന് അതിനൊരു എക്സെപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 days ഹോൾഡാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പം സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കുറച്ച് കയറാൻ തുടങ്ങിയത്. അതർ ദാൻ ദാറ്റ് ഇപ്പോൾ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇപ്പം ബോൺസ് ഉണ്ട്, പിന്നെ ഗോൾഡ് ഉണ്ട്, പിന്നെ ദുബായ് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അതർ ദാൻ ദാറ്റ് വേറൊരു അസറ്റ് ക്ലാസ്സിലും ഇപ്പോൾ ആൾക്കാർക്ക് തൊടാൻ പറ്റില്ല. ആൾക്കാർക്കെല്ലാം പേടിയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇത്രയും എന്താ പറയുക, ഒരു ആളെ കൊണ്ട് ഇത്രയും ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ താഴെ കൊണ്ടുപോയ ഇത് കണക്കുള്ളൊരു ബ്ലഡ് ഷെഡ് നമ്മുടെ വേൾഡിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് എല്ലാവർക്കും പേടി. പുള്ളിയുടേതായ കാര്യങ്ങളുണ്ട്. കാരണം ചൈനയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ട് കുറയ്ക്കണം, US അവരുടേതായ ഫാക്ടറീസൊക്കെ തുടങ്ങി അവിടുത്തെ GDP കൂട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം പുള്ളിയുടെ കാര്യങ്ങളാണ്, പുള്ളിയുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് പുള്ളിയുടെ ആ ഒരു തീരുമാനം കൊണ്ട് വേൾഡാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും. സോ അതുകൊണ്ട് തന്നെ വളരെ മോശം അഭിപ്രായം മാത്രമേ ഉള്ളൂ.